ഓണം വരുമ്പോൾ നിങ്ങളെ ഏറ്റവും അധികം എക്സൈറ്റ് ചെയ്യിക്കുന്ന വസ്തുത എന്താണ്? പലർക്കും പല കാരണങ്ങൾ മൂലമാണ് ഓണം വരുമ്പോൾ സന്തോഷമുണ്ടാകുന്നത്. എന്നാൽ നമ്മൾ സിനിമാ പ്രേമികൾക്ക് ഓണം വരുമ്പോൾ ഏറ്റവും അധികം സന്തോഷമുണ്ടാകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ സിനിമകൾ, നമ്മൾ ഒരുപാട് നാളായി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന സിനിമകൾ ഓണത്തോടനുബന്ധിച്ച് റിലീസാകും എന്ന് കേൾക്കുമ്പോഴാണ്. എന്നാൽ ഇത്തവണത്തെ ഓണത്തിന് നമ്മുടെ സൂപ്പർ താരങ്ങളുടെ സിനിമകളൊന്നും റിലീസാവുന്നില്ല. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ സിനിമകൾ ഈ ഓണത്തിന് റിലീസാകുമെന്ന് നമ്മൾ മുമ്പ് കേട്ടിരുന്നെങ്കിലും ഈ ഓണത്തിന് അവരുടെ സിനിമകൾ റിലീസാകുന്നില്ല. ഓണത്തിന് മാത്രമല്ല, അവരുടെയൊക്കെ ഒന്നിച്ചുള്ള സിനിമകൾ ഒന്നിച്ച് റിലീസായിട്ട് കാലങ്ങൾ കുറേയായി. അവരുടെ സിനിമകൾ ക്ലാഷ് റിലീസ് ഉണ്ടാവാറേ ഇല്ല എന്നുള്ളതാണ് വസ്തുത. പണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മമ്മൂക്കയുടെയും ലാലേട്ടൻ്റെയും സുരേഷ് ഏട്ടൻ്റെയും ജയറാമേട്ടൻ്റെയും ദിലീപേട്ടൻ്റെയൊക്കെ സിനിമകൾ ഓണം പോലെയുള്ള ഫെസ്റ്റിവൽ വരുമ്പോൾ ഒന്നിച്ച് റിലീസാകാറുണ്ടായിരുന്നു. ആ സിനിമകൾ വമ്പൻ ഹിറ്റാവുകയും മലയാള സിനിമയിൽ പുതിയ റെക്കോർഡുകൾ ഇടുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും നമ്മൾ ആ സിനിമകളെ റിപ്പീറ്റ് അടിച്ച് കാണുന്നു. നമ്മൾ ക്ലാസിക് സിനിമകൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അത്തരത്തിലുള്ള പല സിനിമകളും ഓണം പോലെയുള്ള ആഘോഷങ്ങളോടനുബന്ധിച്ച് റിലീസായിട്ടുള്ളവയാണ്. കഴിഞ്ഞ വർഷവും ഓണത്തോടനുബന്ധിച്ച് ദുൽഖർ സൽമാൻ്റെയൊക്കെ സിനിമകൾ റിലീസായിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ടത്ര സ്വീകാര്യത ലഭിച്ചിരുന്നില്ല. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ഷെയ്ൻ നിഗം നായകനായിട്ടുള്ള ആർഡിക്സ് എന്ന സിനിമ ഓണത്തിന് റിലീസായപ്പോൾ അത് 100 കോടി ക്ലബിലെത്തി എന്നുള്ള ഒരു സന്തോഷമായിട്ടുള്ള കാര്യം കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് റിലീസായിട്ടുള്ള ഏതെങ്കിലും സിനിമ 100 കോടി ക്ലബിൽ എത്തുമോ? ഇങ്ങനെയുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് റിലീസായിട്ടുള്ള സിനിമകൾ ഒട്ടും മോശമൊന്നുമല്ല. 5 സിനിമകളാണ് ഈ വർഷം ഓണത്തോടനുബന്ധിച്ച് റിലീസായിട്ടുള്ളത്. ചില സിനിമകൾ നമ്മൾ ഏറെ നാളായി പ്രതീക്ഷിച്ച സിനിമകളായിരുന്നു, അവ ഓണത്തിന് റിലീസായി. ചില സിനിമകൾ നമ്മൾ ഒട്ടും ഓണത്തിന് റിലീസാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ചില സിനിമകൾ അപ്രതീക്ഷിതമായിട്ട് നല്ല അഭിപ്രായം നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സിനിമകളാണ് ഈ ഓണത്തിന് റിലീസായിട്ടുള്ളത്. അപ്പോൾ ഈ ഓണത്തിന് റിലീസായിട്ടുള്ള ഈ 5 സിനിമകളെ പറ്റിയുള്ള ഒരു കംപ്ലീറ്റ് അവലോകനമാണ് എൻ്റെ ഈ വീഡിയോ. ശരിക്കും പറയുകയാണെങ്കിൽ ഓരോ സിനിമയുടെയും ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമസ്കാരം, ഞാൻ ജുബൈർ. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഒരു ഷോർട്ട് റിവ്യൂ ആണ് ഈ 5 സിനിമകളെ പറ്റിയിട്ടും. അത് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അവ പറഞ്ഞു തീർക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് മൂവി റിവ്യൂസ് ചെയ്തിട്ടുണ്ട്. മൂവി റിവ്യൂസ് എന്ന പേരുള്ള ഒരു പ്ലേലിസ്റ്റിൽ അവയെല്ലാം ഞാൻ സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് കാണാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം വയ്ക്കാതെ ഈ 5 സിനിമകളെ പറ്റിയുള്ള വളരെ ഷോർട്ടായിട്ടുള്ള ഒരു റിവ്യൂ കാണാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. നമ്പർ 1, കിഷ്കിന്ധാകാന്ഡം. ഈ ഓണത്തിന് റിലീസായ സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായത്തോടുകൂടി പ്രദർശന വിജയം നേടി മുന്നേറുന്ന സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം. ആസിഫ് അലിയും അപർണ മുരളിയും നായികാനായകന്മാരായെത്തുന്ന ഈ സിനിമയിൽ വിജയരാഘവനാണ് സുപ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നത്. ദിൻജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12-ന് റിലീസായ ഈ ചിത്രം 3 ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും 5 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിക്കഴിഞ്ഞു. ഏറെ ദുരൂഹതയുള്ള, മനസ്സിനെ സ്പർശിക്കുന്ന ഈ ഡ്രമാറ്റിക് മിസ്റ്ററി ത്രില്ലർ മൂവിയെ പ്രേക്ഷകരും നിരൂപകരും ഒരേപോലെ വാഴ്ത്തുന്നുണ്ട്. ഈ സിനിമയ്ക്ക് ഗൂഗിൾ ഓഡിയൻസ് റേറ്റിംഗ് 5-ൽ 4.8ഉം IMDb റേറ്റിംഗ് 10-ൽ 8.7ഉമാണ്. നമ്പർ 2, ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം. ഏറ്റവും അധികം ദിവസങ്ങൾ ഷൂട്ടിങ്ങിനായി ചെലവഴിച്ചെന്ന ഖ്യാതി നേടിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ അജയൻ്റെ രണ്ടാം മോഷണം മലയാളികൾ ഏറെ പ്രതീക്ഷയർപ്പിച്ച സിനിമയാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒട്ടും കോട്ടം തട്ടാതെ തന്നെയാണ് ARM 3D വിഷ്വൽ എക്സ്പീരിയൻസോടുകൂടി റിലീസായത്. ടൊവിനോ തോമസ് എന്ന നടൻ്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വേഷത്തിൽ അദ്ദേഹം അമ്പരിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ച് മലയാളികളെ വിസ്മയിപ്പിച്ചിരിക്കുന്നു. കേളു, മണിയൻ, അജയൻ എന്നീ 3 കഥാപാത്രങ്ങളായി പരകായ പ്രവേശം ചെയ്ത് അദ്ദേഹം മികച്ചൊരു വെർസറ്റൈൽ ആക്ടറാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ജിതിൻ ലാൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 12-ന് റിലീസായ ഈ ചിത്രം ഇതിനോടകം തന്നെ 14 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ വേൾഡ് വൈഡായി നേടിക്കഴിഞ്ഞു. ഈ ചിത്രത്തിന് ഗൂഗിൾ ഓഡിയൻസ് റേറ്റിംഗ് 4.6 ഔട്ട് ഓഫ് 5ഉം IMDb റേറ്റിംഗ് 8.2 ഔട്ട് ഓഫ് 10ഉമാണ്. നമ്പർ 3, കൊണ്ടൽ. കഴിഞ്ഞ വർഷത്തെ ഓണച്ചിത്രങ്ങളിൽ 100 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ആർഡിക്സ് എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് നിർണായകമായത് ആൻ്റണി വർഗീസിൻ്റെ ഹൈ ഒക്ടെയിൻ ആക്ഷൻ രംഗങ്ങളായിരുന്നു. എന്നാൽ തുടർച്ചയായി ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുന്ന പോലെ
തല്ല് ചിത്രങ്ങളിൽ നായകനായത് ആൻ്റണി വർഗീസിന് വിനയാവുന്നുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ആഴക്കടലിനുള്ളിൽ നിന്ന് വരെയുള്ള തകർപ്പൻ ആക്ഷൻ രംഗങ്ങൾ ചിത്രീകരിച്ച കൊണ്ടലിനെ പ്രേക്ഷകർ വെറും തല്ലുപടം മാത്രമായാണ് കാണുന്നത്. സെപ്റ്റംബർ 13 റിലീസായ ഈ ചിത്രത്തിന് ഇതിനോടകം 1 കോടി പോലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടാനായിട്ടില്ല. ഈ ചിത്രത്തിന് IMDb റേറ്റിംഗ് 6.7 ആണ് ലഭിച്ചിരിക്കുന്നത്. നമ്പർ 4, ബാഡ് ബോയ്സ്. 80കളിലെ റൊമാൻറ്റിക് ഹീറോയും വില്ലനും വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു പരിവേഷത്തോടുകൂടി ഒന്നിച്ചഭിനയിച്ച ബാഡ് ബോയ്സ് കണ്ടവർക്ക് ബാഡ് സാറ്റിസ്ഫാക്ഷനാണ് ലഭിച്ചതെന്നാണ് അറിയാനാവുന്നത്. ഒമർ ലുലുവിൻ്റെ സംവിധാനത്തിൽ റഹ്മാൻ, ബാബു ആൻ്റണി, ആൻസൺ പോൾ തുടങ്ങിയവർ അഭിനയിച്ച ഈ ചിത്രം റിലീസായി ഇതിനോടകം തന്നെ ഇന്ത്യയിൽ നിന്ന് മാത്രമായി 58 ലക്ഷമാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. നമ്പർ 5, ഗാങ്സ് ഓഫ് സുകുമാരക്കുറുപ്പ്. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പുമായി യാതൊരു ബന്ധവുമില്ലാത്ത കഥയുമായി വന്ന ഈ ഫൺ എൻ്റർടൈനിങ് ത്രില്ലർ ചിത്രം പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന കാര്യത്തിൽ വിജയിച്ചിട്ടുണ്ട്. ഷാജി കൈലാസ്, ആനി ദമ്പതികളുടെ മകനായ റുഷിൻ ഷാജി കൈലാസ് നായകനായി അഭിനയിക്കുന്ന ഈ ചിത്രം താരസാന്നിധ്യമില്ലാത്ത ഒരു ലോ ബഡ്ജറ്റ് ചിത്രമാണ്. ബോക്സ് ഓഫീസിൽ വലിയ ചലനമൊന്നും ഈ ചിത്രത്തിന് ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ ചിത്രം കണ്ട പ്രേക്ഷകരെ ചിരിപ്പിക്കാൻ ഈ സിനിമക്കായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓണത്തോടനുബന്ധിച്ച് റിലീസായിട്ടുള്ള 5 സിനിമകളെ പറ്റി എൻ്റെ ഒരു ഷോർട്ട് റിവ്യൂ. ഇതിൽ പല സിനിമകളും നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടാകും. ഏതെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഓണം വെക്കേഷനിൽ തന്നെ തിയേറ്ററിൽ പോയി കാണുക. എന്നിട്ട് ആ സിനിമകളുടെ അഭിപ്രായം നിങ്ങൾക്ക് ഇവിടെ കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്തേക്കണം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഇതുപോലെ ഒരുപാട് ഇൻഫർമേറ്റീവ് എൻ്റർടൈൻമെൻറ്റ് വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ദിസ് ഈസ് ജുബൈർ സൈനിങ് ഓഫ്.